റെഗുലേറ്ററി കൺസിഡറേഷൻ ഇൻ ഡെറ്റ് ഫണ്ടിങ് എന്താണ് ഉദ്ദേശിക്കുന്നത്? കാരണം അതിൻ്റെ അകത്ത് ഒത്തിരി റെഗുലേഷൻ ആണ്, നിങ്ങൾ നോക്കേണ്ട കാര്യമൊന്നുമില്ല. പല ഇതിന്റെ റേഷ്യോസ് ഒക്കെയാണ് കൂടുതലും ഡെറ്റ് ഫിനാൻസിംഗിൽ. സസ്റ്റൈനബിൾ ഫിനാൻസ് പ്രാക്ടീസസ്, ദാറ്റ് ഈസ് ESG, example of bank in providing sustainable ESG fundamentals, project finance, investment undertaking, equity funding mechanism, project finance. ഇൻവിറ്റ്സ് ആൻഡ് റീറ്റ്. ഇൻവിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു സെബിയുടെ ക്രിയേഷൻ ആണ്. ഇൻവിറ്റ് എന്ന് പറയുന്നത് അതായത് ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റ് എന്നുള്ളതാണ് അതിന്റെ പേര്. അതൊരു പുതിയൊരു ഒരു വെഹിക്കിൾ ആണ്. SPV എന്നൊക്കെ പറയുന്ന പോലെ ഒരു വെഹിക്കിൾ ആണ് ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റ്. അത് ഈ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടിങ് അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് മേഖലയിൽ ഉണ്ടാക്കിയ ഒരു ക്രിയേഷൻ ഓഫ് സെബി ആണ് ഇൻവിറ്റ്. ഇൻവിറ്റ് എന്ന് പറഞ്ഞാൽ ഇൻവിറ്റ് എന്നൊരു ട്രസ്റ്റിന്റെ ഫോമിലാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൻ്റെ അകത്ത് ചെറിയൊരു വ്യത്യാസം എന്ന് പറയുന്നത് കഴിഞ്ഞാൽ ഇതിന് കുറെ യൂണിറ്റ് ഹോൾഡേഴ്സ് കാണും. ഷെയർസ് പോലെ ഇതിന് കുറെ യൂണിറ്റ് ഹോൾഡേഴ്സ് കാണും. ഒരു ട്രസ്റ്റി ഉണ്ടാവും, ഈ ബെനിഫിഷ്യറി എന്ന് പറഞ്ഞാൽ യൂണിറ്റ് ഹോൾഡേഴ്സ് ആണ്. ബെനിഫിഷ്യറീസ് ഉണ്ടാവും, ട്രസ്റ്റി ഉണ്ടാവും. ഈ ഇവർ ചെയ്യുന്ന എന്താണ്, ഇൻവിറ്റ് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ദേ ആർ വെഞ്ചറിങ് ഇൻ ടു ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്സ്. ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റിൽ ഫണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ട്രസ്റ്റ് വർക്ക് ചെയ്യുന്നത്. ഈ ട്രസ്റ്റിന് അതിനുള്ള പൈസ എവിടെ നിന്ന് കിട്ടും? അതിന്റെ യൂണിറ്റ് ഹോൾഡേഴ്സ് അതിലൊരു പൈസ കൊടുക്കും. സോ പൈസ കൊടുക്കുന്ന അനുസരിച്ചിട്ട് അവർക്ക് കുറച്ച് യൂണിറ്റ്സ് കൊടുക്കും. സോ ദാറ്റ് ഈസ് ലൈക്ക് ഷെയർസ് പോലെ യൂണിറ്റ് ഹോൾഡേഴ്സ് 10 യൂണിറ്റ് വാങ്ങുമ്പോൾ ആ 10 യൂണിറ്റ് ഉള്ള പൈസ ഇൻവിറ്റിന് കൊടുക്കും. അപ്പൊ ഈ ട്രസ്റ്റ് എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ ഈ ട്രസ്റ്റ് വിൽ ബി ഗിവിംഗ് ദിസ് മണി ടു ട്രസ്റ്റ് ക്യാൻ ഫോം SPV, അല്ലെങ്കിൽ ട്രസ്റ്റ് SPVs അക്വയർ ചെയ്യും. ഈ പ്രോജക്റ്റ് നടത്തുന്ന അല്ലെങ്കിൽ പ്രോജക്റ്റ് ഓടിക്കുന്ന അല്ലെങ്കിൽ പ്രോജക്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന SPVs-നെ ഈ ട്രസ്റ്റ് അക്വയർ ചെയ്യും. അക്വയർ ചെയ്യുമ്പോൾ ഈ ട്രസ്റ്റിന് കീഴിൽ ചിലപ്പോൾ N നമ്പർ ഓഫ് SPVs കാണും, ഒരു 10 SPVs എങ്കിലും കാണും. ഈ SPVs-ന് വേണ്ട പൈസ ഇൻവിറ്റ് എങ്ങനെ ചെയ്യും? ഷെയർസോ അല്ലെങ്കിൽ ലോണായിട്ടോ ഇൻവിറ്റ് കൊടുക്കും. SPVs വിൽ ബി ഇംപ്ലിമെന്റിംഗ് ദ പ്രോജക്ട്. എന്നിട്ട് ഈ ഇൻവിറ്റിനുള്ള ലാഭം എന്താണ്? നാളെ SPVക്ക് ലാഭം ഉണ്ടാകുമ്പോൾ ഈ ലാഭത്തിന്റെ വിഹിതം ആർക്ക് പോകും? ഇൻവിറ്റിന് പോകും. കാരണം ഇൻവിറ്റ് ആണല്ലോ ഹോൾഡിംഗ് ആയിട്ടുള്ള എൻറ്റിറ്റി. ഹോൾഡിംഗ് എൻറ്റിറ്റി ആയതുകൊണ്ട് ഈ പല SPV എന്നുള്ള ലാഭം ഡിവിഡൻഡ് ആയിട്ട് ഇൻവിറ്റിന് എത്തും. അപ്പൊ ഇൻവിറ്റിന് ഡിവിഡൻഡ് എത്തും. ഇൻവിറ്റ് കൊടുത്ത ലോൺ ഉണ്ടെങ്കിൽ അതിന്റെ റീപേയ്മെന്റ് SPV നടത്തും. കാശുള്ള SPV ആണെങ്കിൽ ആ റീപേയ്മെന്റ് നടത്തും, ഡിവിഡൻഡും കിട്ടും. അപ്പൊ ഇതാണ് ഈ ഇൻവിറ്റിന് കിട്ടുന്ന ലാഭം. അപ്പൊ ഈ ഇൻവിറ്റിന് ഇത്രയും ഡിവിഡൻഡ്, ഈ എല്ലാ SPV നിന്നും ഡിവിഡൻഡ് കിട്ടുമ്പോൾ ഇൻവിറ്റിന് കാശാവും. ആ ഇൻവിറ്റിന്റെ കാശ് കൊണ്ട് ഇൻവിറ്റ് എന്ത് ചെയ്യും? ലോണൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അത് പേ ചെയ്യും. എന്നിട്ട് ഇൻവിറ്റിന്റെ ആ ലാഭവിഹിതം ഇൻവിറ്റിന്റെ യൂണിറ്റ് ഹോൾഡേഴ്സിന് കൊടുക്കും. അതൊരു ട്രസ്റ്റ് കൺസെപ്റ്റ് ആണ്. അതിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൗ IBC ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡില് അതിന്റെ പറവിൽ ട്രസ്റ്റ് വരില്ല. അപ്പൊ ഈ ട്രസ്റ്റ് വരാത്തതുകൊണ്ട് ഇൻവിറ്റ് ഒരു ബാങ്ക്രപ്സി റിമോട്ട് എൻറ്റിറ്റിയാണ്. അതായത് ബാങ്ക്രപ്സി റിമോട്ട് എൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ള നമ്മുടെ ഇന്ത്യയിലുള്ള ബാങ്ക്രപ്സി അല്ലെങ്കിൽ ഇൻസോൾവൻസി ലോസ്, ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് ടച്ച് ചെയ്യാത്ത ഒരു ഏരിയ ആണ് ഇൻവിറ്റ്. റീറ്റും അത് തന്നെ. റീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റ് ആണ്. റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റ്. അപ്പൊ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റ് എന്താ ചെയ്യുന്നത്? റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടീസ് കാര്യങ്ങൾ ചെയ്യുന്നതാണ്. വസ്തു വാങ്ങുക, ബിൽഡിംഗ് വെക്കുക, ആ ഏരിയ ഡീൽ ചെയ്യുന്ന ആളാണ് റീറ്റ്. ഇൻവിറ്റ് എന്ന് പറഞ്ഞാൽ അതർ ഇൻഫ്രാസ്ട്രക്ചർ. അതായത് ഇൻഫ്രാസ്ട്രക്ചർ എന്താന്നുള്ളത് മറ്റേ ഹാർമണൈസ്ഡ് ലിസ്റ്റിൽ പറയുന്നുണ്ട്. ഇപ്പം പൈപ്പ് ലൈൻ അല്ലെങ്കിൽ എയർപോർട്ട് അല്ലെങ്കിൽ റോഡ്സ്. മോസ്റ്റ്ലി നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഉള്ള ഇൻവിറ്റ്സ് ഒക്കെ, വലിയ ഇൻവിറ്റ്സ് ഒക്കെ റോഡ് പ്രോജക്ട്സിലാണ് അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. റോഡ് പ്രോജക്ട്സിൽ ഇപ്പം റോഡ് പ്രോജക്ട്സിലെ SPVs ആണ് അവർ പോയി അക്യൂർ ചെയ്യുകയോ അല്ലെങ്കിൽ ഉണ്ടാക്കുകയോ ചെയ്യുന്നത്. അപ്പൊ അവർക്ക് അതിന്റെ പൈസ കിട്ടും. അപ്പൊ അങ്ങനെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഈ ഇൻവിറ്റ് ഒരിക്കലും ബാങ്ക്രപ്സി പോകില്ല എന്നൊക്കെ ഉള്ള ഒരു ഇതുള്ളത് കൊണ്ടാണ് ഇൻവിറ്റ് സ്ട്രക്ചറിൽ ഇവർ ചെയ്യുന്നത്. അപ്പം ഇൻവിറ്റിന് ഓരോ കമ്പനി എന്ത് ചെയ്യും? ഇൻവിറ്റ് ഉണ്ടാക്കിയിട്ട് ഇൻവിറ്റ് എന്ത് ചെയ്യും? ഇൻവിറ്റ് SPVs-ൽ ഇൻവെസ്റ്റ് ചെയ്യും. SPVs-ന്റെ പൈസ എടുക്കും. അവർ നല്ല SPV നോക്കി എടുക്കുള്ളൂ, അക്യൂർ ചെയ്യാൻ പോകുമ്പോൾ. ഒരുവിധ ഇൻവിറ്റ് ഒക്കെ ഇപ്പൊ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന SPVs-നെയൊക്കെയാണ് പോയി അക്യൂർ ചെയ്യുന്നത്. അപ്പം ഇത് അങ്ങനെ അക്യൂർ ചെയ്തതിന് അവർക്ക് ഓപ്പറേറ്റിംഗിനുള്ള കിട്ടുന്ന പ്രോഫിറ്റ്, ഈ പ്രോഫിറ്റിൽ നിന്നുള്ള ഡിവിഡൻഡ് ഈ ഇൻവിറ്റിന് കിട്ടും. അപ്പൊ അങ്ങനെ റിസ്ക് കുറവാണ് ഈ ഇൻവിറ്റിന്. പിന്നെ ബാങ്ക്രപ്സി മറ്റൊന്നും വരില്ല. അപ്പം ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റ് ഒരു ട്രസ്റ്റിന്റെ മോഡലിലാണ്. ഒരു ട്രസ്റ്റി ഉണ്ടാവും. അതിന് ബെനിഫിഷ്യറി എന്ന് പറയുന്നത് ഈ യൂണിറ്റ് ഹോൾഡേഴ്സ് ആയിരിക്കും. പിന്നെ അവർക്ക് അതിന്റെ ട്രസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഈ SPVs-ലുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ് ട്രസ്റ്റിന്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ട്രസ്റ്റ് സ്വന്തമായിട്ട് ഒരിക്കലും പ്രോജക്റ്റ് ഒന്നും പോയി ഇംപ്ലിമെന്റ് ചെയ്യില്ല. അവർ ത്രൂ SPV ദേ ഇംപ്ലിമെന്റ് പ്രോജക്ട്സ്. ഇതിനകത്ത് വേറൊരു ടൈപ്പ് പ്രോജക്ട്സ് ഉണ്ട്. TOT എന്ന് പറയുന്ന ഒരു പ്രോജക്ട് ഉണ്ട്. ഇപ്പം ഗവൺമെന്റിന് ചുമ്മാ ഇരിക്കുമ്പോൾ കുറച്ച് പൈസ കിട്ടണമെന്നൊക്കെ വരുമ്പോൾ അങ്ങനെയുള്ള ഒരു പ്രശ്നമുള്ളപ്പോഴുള്ളതാണ് ഈ TOT.
ടോൾ ഓപ്പറേറ്റ് ആൻഡ് ട്രാൻസ്ഫർ എന്ന് പറയും. ഇപ്പൊ ഒരു പ്രോപ്പർലി പോകുന്ന ഒരു കംപ്ലീറ്റഡ് പ്രോജക്റ്റ് ആണെന്ന് വെച്ചു, അതിൻ്റെ അകത്ത് പ്രോജക്റ്റ് ഉണ്ട്. അപ്പൊ അങ്ങനെ ഗവൺമെന്റിന് പൈസ വേണമെന്നുണ്ടെങ്കിൽ ഗവൺമെന്റിന് ആൾക്കാരെ വിളിച്ചിട്ട് പറയാം, ഓക്കെ ഒരു കാര്യം ചെയ്യും, വി ഹാവ് എ ഹൈവേ വേർ ദ ട്രാഫിക് ഈസ് അഡിക്വേറ്റ്, കറക്റ്റായിട്ട് നടക്കുന്നുണ്ട്. യു ഡു വൺ തിങ്, you take over the maintenance and operation of the road, okay, and collect toll for 20 years. So the price will be for say 5,000 you and the consideration and my price will be 5,000 crores. You pay me 5,000 crores, then we will give you the right to operate, maintain, operate and collect toll on that particular stretch of road for a period of 20 years. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും കമ്പനീസ് എന്ത് ചെയ്യും, വന്ന് ബിഡിങ് ഒക്കെ നടത്തി ഏറ്റവും കൂടുതൽ പൈസ തരുന്നവന് ഗവൺമെന്റ് ആ റൈറ്റ് കൊടുക്കും. അപ്പൊ അങ്ങനെയുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റിന്, ചുമ്മാ ഇരിക്കുന്ന ഗവൺമെന്റിന് അല്ലെങ്കിൽ ആ ഒരു എൻറ്റിറ്റിക്ക് പൈസയാണ്. കാരണം ഓൾറെഡി ഉള്ളത് ഒരു കമ്പനി വരുന്നു, പൈസ കൊടുക്കുന്നു, ഗവൺമെന്റിന് പൈസ കിട്ടുന്നു, അവനെന്താണ് ഗുണം, ആൾക്കാരുടെ കയ്യിൽ നിന്ന് ടോള് വാങ്ങാം, ഇതിനേക്കാളും കൂടുതൽ ഒരു എമൗണ്ട് അവർക്ക് ഇതും കിട്ടും. എന്താണ് അവർക്ക് ഗെറ്റ് ദ എമൗണ്ട് പ്ലസ് വാട്ട് ഈസ് ടൈം വാല്യൂ ഓഫ് മണി. എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടൈം വാല്യൂ ഓഫ് മണി. ടൈം വാല്യൂ ഓഫ് മണി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല. ഇപ്പൊ ഇന്നൊരു 100 രൂപ ഉണ്ടെങ്കിൽ ഞാൻ ഒരാളുടെ 100 രൂപ വാങ്ങിച്ചിട്ട് കടം വാങ്ങിച്ചെന്ന് വെച്ചാൽ, ഞാൻ 100 രൂപ കടം വാങ്ങിച്ചു, 5 വർഷം കഴിഞ്ഞ് ഞാൻ പുള്ളിക്ക് തിരിച്ചു കൊടുക്കുക 100 രൂപയാണ് കൊടുക്കുക എന്ന് വെച്ചു. സോ ഐ റീപെയ്ഡ് ദ കറക്റ്റ് എമൗണ്ട്. അപ്പൊ അതിന്റെ വാല്യൂ പക്ഷേ ഡിഫറെന്റ് ആയിരിക്കും. ഇന്നുള്ള 100 രൂപയുടെ വാല്യൂ ആയിരിക്കില്ല അന്ന് 5 വർഷം കഴിയുമ്പോൾ. സോ ടു കോമ്പൻസേറ്റ് ദാറ്റ് ഐ ഹാവ് ടു പേ സം ഇൻട്രസ്റ്റ്. അപ്പൊ അങ്ങനെ കൊടുക്കുന്ന, അപ്പൊ ആ ഒരു ടൈം അനുസരിച്ചിട്ട് മണിയുടെ വാല്യൂ മാറും. സോ ടൈം വാല്യൂ ഓഫ് മണി. അപ്പൊ ഈ ടൈം വാല്യൂ ഓഫ് മണി എന്ന് പറഞ്ഞിട്ട് ബാങ്കിങ് സെക്ടറിൽ ലെൻഡിങ് വരുമ്പോഴത്തേക്ക് എപ്പോഴും ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു ടൈം വാല്യൂ ഓഫ് മണി. ദാറ്റ്സ് വൈ ബാങ്ക് ടേക്ക് ഇൻട്രസ്റ്റ്. See, if bank give a housing loan for 50 lakhs, then when the party pays, if you calculate the entire amount EMI paid, it will come to around maybe 6, 70, 80 lakhs. So people will say that, oh no, I've taken only 50 lakhs, but I've ended up paying 80 lakhs. But the thing is that it is paid over a period of 15 to 20 years. 20 വർഷം കൊണ്ടിട്ടാണ് ഈ 50 ലക്ഷം എന്ന് പറയുന്നത് 80 ലക്ഷം ആയത്. സോ ദാറ്റ് ഈസ് ദ ടൈം വാല്യൂ ഓഫ് മണി. അതുകൊണ്ട് ആ ഒരു ടൈം വാല്യൂ ഓഫ് മണിയെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓൾ ബാങ്ക്സ് ദേ ആർ ടേക്കിംഗ് ദാറ്റ് ഇൻട്രസ്റ്റ്. ഇപ്പൊ ഇൻട്രസ്റ്റ് ലോഡ് ചെയ്യുന്നതിന്റെ ഉദ്ദേശം അതാണ്. പിന്നെ ഈ ലാഭം മരണം, ഈ നമുക്ക് ബാങ്ക്സിന് കൊടുത്തു തീർക്കാനുള്ള പൈസ ഉണ്ട്. അപ്പൊ കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ റീപേ ചെയ്താലും ബാക്കി ഒരു ചെറിയൊരു മാർജിൻ വരും. ദാറ്റ് ഈസ് ദി പ്രോഫിറ്റ് ഫോർ ദ ബാങ്ക്. അതുപോലെ എല്ലാ ബാങ്കും യു മൈറ്റ് ഹാവ് റീപ്പോ റേറ്റ്, റിവേഴ്സ് റീപ്പോ. റീപ്പോ റേറ്റ് എന്താണ്? when bank lend money from RBI, ബാങ്കിന് RBI പൈസ എടുക്കാൻ പറ്റും. സോ that rate is repo rate. അതുപോലെ RBI ബാങ്ക്സിന്റെ തിരിച്ച് ലെൻഡ് ചെയ്യുന്ന മറ്റേ പൈസ കടം വാങ്ങുവാണെങ്കിൽ ഇറ്റ്സ് റിവേഴ്സ് റീപ്പോ. അപ്പം ബാങ്ക്സിന് RBIയുടെ പണം കടമെടുക്കാം, RBIക്ക് ബാങ്ക്സിന്റെ കടമെടുക്കാം. എനിക്ക് മീൻസ് സ്റ്റേറ്റ് ബാങ്കിന് കാനറ ബാങ്കിന് എടുക്കാം, എനിക്ക് വേറെ ബാങ്കിൽ നിന്ന് എടുക്കാം. ബാങ്ക് ടു ബാങ്ക് ലെൻഡിങ് നടക്കുന്നുണ്ട്. ഫോറിൻ ECB എന്ന് പറയുന്ന സാധനമുണ്ട്, എക്സ്റ്റേണൽ കൊമേഴ്ഷ്യൽ ബോറോയിങ്. എക്സ്റ്റേണൽ കൊമേഴ്ഷ്യൽ ബോറോയിങ് മീൻസ് ഫോറിൻ ബാങ്ക്സിന്റെ ഒരു പ്രോജക്ട്സിനൊക്കെ ECB എടുക്കാറുണ്ട് കമ്പനീസ്. അപ്പൊ ECB എന്ന് വെച്ചാൽ റേറ്റ് കുറവാണെങ്കിൽ അവരെന്ത് ചെയ്യും, ഈ പ്രോജക്റ്റിന് വേണ്ടി പോയി ഇപ്പൊ BNP പാരിബ അല്ലെങ്കിൽ സിറ്റി ബാങ്ക് ഹോങ്കോങ് അവിടെ നിന്നൊക്കെ പൈസ എടുക്കാം. അവരൊന്ന് ECB എന്ന് പറയും, എക്സ്റ്റേണൽ കൊമേഴ്ഷ്യൽ ബോറോയിങ്. എക്സ്റ്റേണൽ കൊമേഴ്ഷ്യൽ ബോറോയിങ് അവർക്ക് എടുക്കാൻ പറ്റും. ബാങ്ക് ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ എന്റിറ്റീസിനൊക്കെ, ആർക്കാണെങ്കിലും കമ്പനീസ് ഒക്കെ വെളിയിൽ നിന്ന് ബോറോ ചെയ്യും. ദാറ്റ് ഈസ് കോൾഡ് ECB. ഇറ്റ്സ് കോൾഡ് എക്സ്റ്റേണൽ കൊമേഴ്ഷ്യൽ ബോറോയിങ്. വെളിയിൽ നിന്ന് ഫണ്ട് എടുക്കുന്നതിനാണ് എക്സ്റ്റേണൽ കൊമേഴ്ഷ്യൽ ബോറോയിങ് എന്ന് പറയുന്നത്. ബാങ്ക്സ് വെളിയിൽ നിന്ന് കാശ്, ഇപ്പം SBI ഒക്കെ കൂടുതലും ഞങ്ങളൊക്കെ എടുക്കുന്ന കൂടുതലും ഫോറിൻ ബാങ്ക്സിൽ നിന്നാണ് നമ്മൾ പൈസ ഇങ്ങോട്ട് ഓൺലൈനിൽ എടുക്കുന്നത്. അത് ഞങ്ങൾ കൊടുക്കാറുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ SBIക്ക് എനിക്ക് തോന്നുന്നു ഒരു 84 to 90 ബ്രാഞ്ചസ് ഇന്ത്യക്ക് വെളിയിലുണ്ട്. അപ്പൊ ഈ ബ്രാഞ്ചസിൽ നിന്നൊക്കെ നമ്മൾ ഇന്ത്യൻ ബാങ്ക്സിനും ലെൻഡ് ചെയ്യാറുണ്ട്. ഇപ്പൊ SBI സിംഗപ്പൂരിൽ നിന്ന് കാനറ ബാങ്കിന് ലെൻഡ് ചെയ്യാറുണ്ട്, ഫെഡറൽ ബാങ്കിന് ലെൻഡ് ചെയ്യാറുണ്ട്. അപ്പൊ ഈ ലെൻഡിങ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ബാങ്ക്സ് തമ്മിൽ നടക്കുന്നതാണ്. ഇന്റർനാഷണൽ ലെവലിലും ഈ നാഷണൽ ലെവലിലും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ലെൻഡിങ് നടക്കുന്നുണ്ട്. അങ്ങനെയാണ് ഈ ക്യാഷ് മിസ്മാച്ച് വരാതെ ക്യാഷ് അതിന്റെ ഒരു ടാലി ചെയ്ത് പോകുന്നത്. ലെൻഡിങ്, ബോറോയിങ് എല്ലാം കൂടെ വെച്ചിട്ട് പോകുന്നത്. ഇത് കഴിഞ്ഞിട്ടാണ് ഇവന്മാർ ലാസ്റ്റ് ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എല്ലാ ക്വാർട്ടറിലും ബാങ്ക് വിൽ പബ്ലിഷ്. എല്ലാ ബാങ്ക് മാത്രമല്ല എല്ലാ കമ്പനിയും അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പബ്ലിഷ് ചെയ്യും. അപ്പൊ അവിടെയാണ് വരുന്നത് നെറ്റ് പ്രോഫിറ്റ്, 5000 ഇതെല്ലാം കൂടെ കഴിഞ്ഞിട്ട് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട്. ഓപ്പറേറ്റിംഗ് കോസ്റ്റ് എന്ന് വെച്ചാൽ ബാങ്കിന്റെ ഓപ്പറേഷന് വേണ്ടി ഉണ്ടാകുന്ന പൈസ വേറെ വേണമല്ലോ. ഈ
ഈ കിട്ടുന്ന പലിശ നിർത്ത് വേണം ആൾക്കാർക്ക് ശമ്പളം കൊടുക്കണം, ബാങ്കിന്റെ സാധനങ്ങൾ വാങ്ങണം. ബാങ്കിന് ദിസ് ഈസ് ആപ്ലിക്കബിൾ ടു ഓൾ കമ്പനീസ്, നോട്ട് ഓൺലി ബാങ്ക്സ്. അപ്പൊ അങ്ങനെ ചെയ്തിട്ട് ബാക്കി വരുന്ന ലാസ്റ്റ് എല്ലാം തട്ടിക്കഴിച്ച് കഴിഞ്ഞിട്ട് പ്രൊവിഷനിങ്. ദർ ഈസ് എ കൺസെപ്റ്റ് കോൾഡ് പ്രൊവിഷനിങ് ഇൻ ബാങ്ക്സ്. അതായത് ബാഡ് ഡെറ്റ്സ് വരുവാണെങ്കിൽ, സ്ട്രെസ്ഡ് അസറ്റ്സ് വരുവാണെങ്കിൽ, റീപേയ്മെന്റ് വരാത്ത കേസുകളാണെങ്കിൽ അതിനുവേണ്ടി കുറച്ച് കാശ് ബാങ്ക് മാറ്റി വെക്കണം, അത് എഴുതി തള്ളാൻ വേണ്ടി. സോ റൈറ്റിംഗ് ഓഫിന് വേണ്ടിയിട്ടൊക്കെ കുറെ. സോ ദാറ്റ്സ് കോൾഡ് പ്രൊവിഷനിങ്. കുറച്ച് പൈസ ചിലതിന് 100% മാറ്റി വെക്കേണ്ടി വരും, ചിലതിന് 50%, 80%, ഇറ്റ് ഡിപ്പെൻസ്. അപ്പൊ അങ്ങനെ മാറ്റി വെക്കും. സോ പ്രൊവിഷനിങ്ങും ഓപ്പറേറ്റിംഗ് കോസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന എമൗണ്ട് ആണ് ഇറ്റ്സ് നെറ്റ് പ്രോഫിറ്റ് ഓഫ് എ ബാങ്ക്. അപ്പം ഈ നെറ്റ് പ്രോഫിറ്റ് ആണ് അതിന്റെ അകത്തു നിന്നാണ് ഡിവിഡൻഡ് പെയ്ഡ് ടു ദ ഓണേഴ്സ്. ഇപ്പൊ സ്റ്റേറ്റ് ബാങ്കിന്റെ ഒക്കെ ആണെങ്കിൽ ഞങ്ങളുടെ ഓണർ എന്ന് പറയുന്നത് ഇറ്റ്സ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. 52 ആണോ 57% എനിക്ക് തോന്നുന്നു, 52 ആണോ 57 ആണോ ഓർമ്മയില്ല. ഇറ്റ്സ് ഹെൽഡ് ബൈ സെൻട്രൽ ഗവൺമെന്റ്. അപ്പൊ അത്രയും സ്റ്റേറ്റ് ബാങ്ക് എത്ര ലാഭം ഉണ്ടാക്കിയാലും ഡിവിഡൻഡ് 55% ഓഫ് ദ ഡിവിഡൻഡ് ഗോസ് ടു ദ പബ്ലിക് എക്സ്ചേക്കർ അല്ലെങ്കിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്കാണ് പോകുന്നത്. ബാക്കി സ്റ്റേറ്റ് ബാങ്കിന്റെ ഷെയർ ഹോൾഡേഴ്സിനാണ് പോകുന്നത്. എനി ബാങ്ക്, പബ്ലിക് സെക്ടർ ബാങ്ക്, അങ്ങനെയാണ് ബാങ്ക്സ് പ്രവർത്തിക്കുന്നത്. ഇനി എന്നാ ഉള്ളത്? എനിത്തിങ് ലെഫ്റ്റ്? കൺസെപ്റ്റ് ഓഫ് സെക്യൂരിറ്റി ട്രസ്റ്റ് ഒക്കെ ഞാൻ പറഞ്ഞല്ലേ? Yes, sir. Sustainable finance practices. Sustainable finance practices is nothing but funding to green projects. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതൊക്കെ ESGയുടെ പാർട്ടായിട്ട് വരും. സസ്റ്റൈനബിൾ ലെൻഡിങ് എന്ന് പറഞ്ഞാൽ സസ്റ്റൈനബിൾ പ്രോജക്ട്സ് ലെൻഡിങ്. ഫോർ എക്സാമ്പിൾ അതിന് ഒത്തിരി സാധനമുണ്ട്. പ്രോജക്ട് PM കുസും എന്നൊക്കെ പറഞ്ഞിട്ട് ഗവൺമെന്റ് ചെറിയ ലെവലിൽ ഒത്തിരി സ്കീംസ് ഉണ്ടാക്കുന്നുണ്ട്. PM കുസും സ്കീം അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കർഷകർക്ക്, ചെറിയ കർഷകർക്ക് എല്ലാവരും അവർക്ക് എന്താണ് സോളാർ എനർജി വെച്ചിട്ട് അവരുടെ ഫീൽഡ് സോളാർ ഇത് വെച്ച് സോളാർ എനർജി ഉണ്ടാക്കുന്നതിനുള്ള പൈസ, പ്ലസ് അവരുടെ ജനറേറ്റേഴ്സ്, ഇഫ് ദർ ജനറേറ്റേഴ്സ് ആർ use solar energy for working their generators. അപ്പൊ അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ PM കുസും സ്കീമിന്റെ അണ്ടറിലായിരിക്കും ലോൺ കൊടുക്കുന്നത്. സോ ഇൻട്രസ്റ്റ് റേറ്റ് കുറവായിരിക്കും. ഈ ഇങ്ങനത്തെ കുസും സ്കീമിൽ കൊടുത്തേക്കുന്ന ലോൺസിനെല്ലാം കൂടെ റീഫിനാൻസിങ് ചിലപ്പോൾ ഫോറിൻ ഫണ്ടിങ് വരും. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഗ്രീൻ പ്രോജക്റ്റ് ആണല്ലോ, സോ SBIക്ക് ആ എമൗണ്ട് കിട്ടും. അപ്പൊ ആ എമൗണ്ട് ഞങ്ങൾക്ക് വളരെ കുറഞ്ഞ റേറ്റിൽ ഈ ഗ്രീൻ ഇതിന് കൊടുക്കാൻ പറ്റും. സോ സസ്റ്റൈനബിൾ പ്രോജക്ട്സ്, അതായത് പ്രത്യേകിച്ച് ഇതേപോലത്തെ ഗ്രീൻ പ്രോജക്ട്സിന് കൊടുക്കുന്നതാണ് സസ്റ്റൈനബിൾ ഫണ്ടിങ് വരുന്നത്, സസ്റ്റൈനബിൾ ലെൻഡിങ് പ്രാക്ടീസ് വരുന്നത്. അപ്പം ഈ സോളാർ പ്രോജക്ട് എന്ന് പറഞ്ഞ ഗ്രിഡ് ബേസ്ഡ് എന്ന് വെച്ചാൽ എന്താ പറയുക, ഗ്രിഡ് കണക്റ്റഡ് വെച്ചാൽ കോമൺ ലൈൻ ഉണ്ടാവും, എല്ലായിടത്തും കണക്ട് ചെയ്തിട്ടുള്ള ട്രാൻസ്മിഷൻ ലൈൻ ഉണ്ടാവും. സോ ഇപ്പൊ എന്റെ വീട്ടിൽ ഒരു 10-20 സോളാർ പാനൽ വെച്ചിട്ട് അത് എന്റെ വീട്ടിൽ മാത്രം കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് ഗ്രിഡ് കണക്റ്റഡ്. ഐ ഓൺലി വിൽ ഗെറ്റ് ദ ബെനിഫിറ്റ് ഓഫ് ദാറ്റ്. എനിക്ക് മാത്രമേ ഉള്ളൂ. ബട്ട് ഇഫ് ഐ കണക്ട് ടു ദ മെയിൻ ഗ്രിഡ്, മെയിൻ ലൈനിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പവർ ദേ ക്യാൻ ടേക്ക് ആൻഡ് ഐ ക്യാൻ ടേക്ക് ഫ്രം ദ ഗ്രിഡ് ഓൾസോ. ഞാൻ 10 യൂണിറ്റ് ഉണ്ടാക്കി, ഞാൻ 5 യൂണിറ്റ് യൂസ് ചെയ്തുള്ളൂ, ബാക്കി 5 യൂണിറ്റ് ഗ്രിഡ് വഴി പോകും. ഞാൻ പിന്നീടെങ്കിലും എനിക്ക് 5 യൂണിറ്റ് യൂസ് ചെയ്യണമെങ്കിൽ ഞാൻ അതിൽ നിന്നായിരിക്കും എടുത്ത് യൂസ് ചെയ്യുന്നത്. പക്ഷെ എനിക്ക് 10 യൂണിറ്റ് വരെ എനിക്ക് പൈസ കൊടുക്കണ്ട, ബട്ട് ബിക്കോസ് 10 യൂണിറ്റ് ഈസ് മൈ പ്രൊഡക്ഷൻ. ഇപ്പൊ അതിനൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ SBIയുടെ ഹെഡ് ഓഫീസ്, ഇപ്പൊ ഞങ്ങളുടെ ഹെഡ് ഓഫീസ് മുംബൈ നെർമൻ പോയിന്റ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇപ്പൊ ഞാൻ ഇരിക്കുന്ന ആ ഓഫീസിലാണ്. അപ്പൊ അവിടെ എൻറ്റയർ ഓഫീസിലേക്ക് വേണ്ടി വി എൻറ്റേർഡ് ഇൻ ടു എൻ അഗ്രിമെന്റ് വിത്ത് ടാറ്റ. കാരണം അതിന് ഫുൾ ഗ്രീൻ ഞങ്ങളുടെ ബിൽഡിംഗ് 2030 കംപ്ലീറ്റ് ഗ്രീൻ എനർജി ആക്കാൻ വേണ്ടിയിട്ട് captive power plant. What is a captive power plant? There's a concept of captive power plant. Captive power plant എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പവർ പ്ലാന്റിന് ഉദ്ദേശം ഒരു പെർട്ടിക്കുലർ കാര്യത്തിന് മാത്രമേ അത് ആ പവർ പ്ലാന്റിന്റെ പവർ യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് കൈൻഡ് ഓഫ് പവർ പ്ലാന്റ് ഈസ് കോൾഡ് എ ക്യാപ്റ്റീവ് പവർ പ്ലാന്റ്. ഇപ്പൊ ഒരു സ്റ്റീൽ പ്രോജക്ട് ഉണ്ട്, സ്റ്റീലിന്റെ ഒരു പ്ലാന്റ് ഉണ്ട്. സ്റ്റീൽ പ്ലാന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയണോ, നിങ്ങൾ കണ്ടിട്ടുണ്ടാകാൻ വഴിയില്ല, ഞാനും കാണുന്നതിന് മുമ്പ് വിചാരിച്ചിരുന്ന സ്റ്റീൽ പ്ലാന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഭയങ്കര വലിയ പ്ലാന്റ്, നമ്മൾ ടിവിയിലെ കാണുന്ന ഒരു വലിയ പ്ലാന്റ് ആണ്. ഇങ്ങനെ അതിഭീകരമായ ഒരു ഹ്യൂമങ്കസ് ആയിട്ടുള്ള ബിൽഡിംഗ് വിത്ത് പൈപ്സോ അതെല്ലാം വരുന്ന ഒരു സാധനമാണ് സ്റ്റീൽ പ്ലാന്റ് എന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. കണ്ടപ്പോഴാണ് മനസ്സിലായത് അതേപോലത്തെ 7-8 പ്ലാന്റ് ചേർന്നാണ് ഒരു സ്റ്റീൽ പ്ലാന്റ് എന്നുള്ളത്. ഞാൻ ആദ്യം പോയി കണ്ടപ്പോഴാണ് മനസ്സിലായത്. കാരണം ഒരെണ്ണത്തിനകത്തായിരിക്കും അത് പ്യൂരിഫൈ ചെയ്യുന്നത്, രണ്ടാമത്തെ ആയിട്ടായിരിക്കും ആണ് ബ്ലാസ്റ്റ് ഫേർണസ് എന്ന് പറയുന്നത്. ബോയിൽ ചെയ്തിട്ട് അത് ബോയിൽ ചെയ്യുകയും തണുപ്പിക്കുകയും ചെയ്ത് അതിന്റെ ടെൻഷൻ ഇതിന്റെ ഹാർഡ്നെസ് വരുത്തുന്നത് അവിടെയാണ്. പിന്നെ അടുത്ത സ്ഥലം
അങ്ങനെ ഒരു പെല്ലറ്റ് ഉണ്ടാക്കുന്ന സ്ഥലം, പിന്നെ അത് ഫ്ലാറ്റ് ആക്കുന്ന സ്ഥലം. അപ്പൊ അങ്ങനെ ഒരു വലിയൊരു 6-7 പ്ലാന്റിന്റെ ഒരു കംപ്ലീറ്റ് ഒരു കണക്റ്റഡ് ഈ സാധനമാണ് ഒരു സ്റ്റീൽ പ്ലാന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഫ്രം വൺ പ്ലാന്റ് ടു അനദർ പ്ലാന്റ് റെയിൽവേ ട്രാക്ക് ഉണ്ടാവും. റെയിൽവേ ട്രാക്ക് കൂടാണ് അവിടുത്തെ മോൾട്ടൺ സ്റ്റീൽ കൊണ്ടുപോകുന്നത്, അല്ലെങ്കിൽ അതിന്റെ പെല്ലറ്റ്സ് കൊണ്ടുപോകുന്നത്. ഇറ്റ്സ് എ ഹ്യൂജ് 2500-5000 ഏക്കറിലൊക്കെയാണ് നിൽക്കുന്നത് ഈ സ്റ്റീൽ പ്ലാന്റ് നിൽക്കുന്നത്. ഇപ്പൊ ഇത്രയും വലിയൊരു സാധനമാണ്. അപ്പൊ ഈ സ്റ്റീൽ പ്ലാന്റിന് വേണ്ടി പവർ വേണം. അപ്പൊ അവരെന്ത് ചെയ്യും, മിക്ക സ്റ്റീൽ പ്ലാന്റിന് ഒരു ക്യാപ്റ്റീവ് പവർ പ്ലാന്റ് ഉണ്ടാവും. ഏതെങ്കിലും ചിലപ്പോൾ അവർ തന്നെ സെറ്റപ്പ് ചെയ്യും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പവർ പ്രൊഡ്യൂസറുമായിട്ട് ടൈപ്പ് ഉണ്ടായിട്ട് പവർ പ്രൊഡ്യൂസർ വിൽ ഇറക്ട് എ പ്ലാന്റ് and the electricity produced in that plant will be used only to give power to this particular steel plant. അപ്പൊ അതാണ് ക്യാപ്റ്റീവ് പവർ പ്ലാന്റ് എന്ന് പറയുന്നത്. അപ്പൊ ക്യാപ്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു പെർട്ടിക്കുലർ യൂസിന് വേണ്ടിയാണ്. അപ്പൊ ഞങ്ങളും അതുപോലെ ഒരു ക്യാപ്റ്റീവ് പവർ പ്ലാന്റ് ഷോളാപൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത്, ഇവിടെ ഷോളാപൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടുന്ന് n നമ്പർ ഓഫ് വാട്ട്സ് ആയിരിക്കും അവർ ഉത്പാദിപ്പിക്കുന്നത്. ദാറ്റ് വിൽ ബി ഗ്രിഡ് കണക്റ്റഡ്. അത് ഗ്രിഡിൽ കണക്ട് ചെയ്യും. അപ്പൊ ഗ്രിഡിൽ നിന്ന് പോകും. ഇവിടെ ഞങ്ങൾ തത്തുല്യമായിട്ടുള്ളൊരു എമൗണ്ട് ഗ്രിഡിൽ നിന്ന് ഞങ്ങൾ എടുക്കും. 30 മെഗാവാട്ട് ആണെങ്കിൽ 30 മെഗാവാട്ട് ഞങ്ങൾ എടുക്കും. സോ അപ്പം ഞങ്ങളുടെ ബിൽഡിംഗ് അങ്ങനെ നോക്കുമ്പോൾ കംപ്ലീറ്റ് ഗ്രീൻ ആവും. കാരണം എന്താണ്, ഞങ്ങളുടെ ബിൽഡിങ്ങിൽ കിട്ടുന്ന ഈ 30 മെഗാവാട്ട് എന്ന് പറയുന്നത് ഷോളാപൂരിലുള്ള സോളാർ പാനൽ പവർ പ്രോജക്റ്റിൽ നിന്ന് വരുന്ന ഇലക്ട്രിസിറ്റിയാണ് ഞങ്ങളുടെ ബിൽഡിംഗ് യൂസ് ചെയ്യുന്നതെന്ന് വരുമ്പം 2020-30 ആകുമ്പോഴത്തേക്ക്. സോ ദാറ്റ് ഈസ് ഞങ്ങളുടെ അപ്പോൾ ഫുള്ളി ഗ്രീൻ എനർജി, ഒരു ഗ്രീൻ ബിൽഡിംഗ് ആയി മാറി അങ്ങനെ വരുമ്പോൾ. സോ ദാറ്റ് ഈസ് ദ കൺസെപ്റ്റ് ഓഫ് ഗ്രീൻ ഓർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, സസ്റ്റൈനബിൾ ഫണ്ടിങ്. അപ്പൊ അതിനുവേണ്ടി ഒരാൾ ഫണ്ട് ചെയ്യാന്ന് വെച്ചു. സോ സം അതർ ബാങ്ക് ഈസ് ഫണ്ടിങ് ടു ഇറക്ട് ദാറ്റ് പർട്ടിക്കുലർ ക്യാപ്റ്റീവ് പവർ പ്ലാന്റ്. അങ്ങനെയാണെങ്കിൽ ദ ലെൻഡിങ് ഓഫ് ദാറ്റ് ബാങ്ക് വിൽ ബി എ ഗ്രീൻ ഫണ്ടിങ് ഓർ എ സസ്റ്റൈനബിൾ ഫണ്ടിങ്. കാരണം അവർ ഫണ്ട് ചെയ്യുന്ന ഒരു സോളാർ പവർ പ്ലാന്റ് ആണ്. ആൻഡ് ഹൗ ആ ബാങ്കിന് എങ്ങനെ റീപേയ്മെന്റ് ഇടുന്നത്, ഞങ്ങൾ ഈ പവർ പ്ലാന്റിൽ നിന്ന് പൈസ എടുക്കുമ്പോൾ വിൽ ഗീവ് ദാറ്റ് എമൗണ്ട് പെർ മെഗാവാട്ട് റേറ്റ് ഉണ്ട്. ആ റേറ്റ് ഞങ്ങൾ ആ കമ്പനിക്ക് കൊടുക്കുകയാണ്, ആ പവർ ഉണ്ടാക്കുന്നത്. അപ്പൊ അത് ആ കമ്പനിയുടെ ക്യാഷ് ഫ്ലോയുടെ ഭാഗമായിട്ട് വരും. അതിൽ നിന്ന് അവർ അവരുടെ ലെൻഡറിന് അവർ റീപേ ചെയ്തു. ദാറ്റ് ഈസ് സസ്റ്റൈനബിൾ ഫണ്ടിങ്. അപ്പൊ എനിക്ക് തോന്നുന്നു അത്രേ ഉള്ളൂ. എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ഇതുമായിട്ട് കണക്ട് ചെയ്ത് എന്തെങ്കിലും അറിയണമെങ്കിൽ പറഞ്ഞാൽ മതി, ഡിസ്കസ് ചെയ്യാം സമയം ഉണ്ടെങ്കിൽ. Sir, do you think cryptocurrency has a future in India, since RBI has not really appreciated cryptocurrency, but youth are really interested to? No, the issue with cryptocurrency, there is no regulation as such now in India. It is yet to be framed, but it is not banned. But at the same time, it is not properly regulated. People are using. അപ്പൊ അത് വരുമായിരിക്കും. ഇനി ഇപ്പോഴും നിയർ ഫ്യൂച്ചർ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ക്രിപ്റ്റോകറൻസിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഹൈലി വോളറ്റൈൽ. എപ്പോഴാണ് പൈസ കയറുന്നത് അറിയാൻ പറ്റില്ല, എപ്പോഴാണ് പോകുന്നത് അറിയാൻ പറ്റില്ല. ഇതിൻ്റെ അകത്ത് ഒത്തിരി ഇഷ്യൂസ് ഉണ്ട്. സോ ഗവൺമെന്റ് ഹാസ് ടു കം അപ്പ് വിത്ത് പ്രോപ്പർ റെഗുലേഷൻസ്. അത് വന്നെങ്കിൽ മാത്രമേ നമുക്ക് അതിനൊരു പ്രോപ്പർ ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഫോർ ദ ടൈം ബീങ് ഇറ്റ് ഈസ് നോട്ട് ദെയർ. ക്രിപ്റ്റോകറൻസിയിൽ റെഗുലേഷൻ ഒന്നും വന്നിട്ടില്ല. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഈസ് നോട്ട് പ്രൊഹിബിറ്റഡ് ഓൾസോ. അങ്ങനൊരു അവസ്ഥയിലാണ് ഇപ്പൊ നിൽക്കുന്നത്. Anything about project finance or corporate finance or anything related to banking? കാരണം സർഫേസി ഒന്നുമില്ല. സർഫേസി ഒക്കെ വേറെ ആരെങ്കിലും ഒക്കെ ഡീൽ ചെയ്ത് കാണുമല്ലോ. Because I was dealing with all these project finance for the last 10-11 years. കാരണം ഞങ്ങൾ ചെയ്ത പ്രോജക്ട്സ് ആണ് ഈ ബോംബെ ഡൽഹി എക്സ്പ്രസ് വേ, മുംബൈ നാഗ്പൂർ എക്സ്പ്രസ് വേ, അല്ലെങ്കിൽ ജിൻഡാൽ സ്റ്റീൽ പ്ലാന്റ്. സോ ഐ ഹാഡ് ദ ഓപ്പർച്യൂണിറ്റി ടു വിസിറ്റ് ജിൻഡാൽ സ്റ്റീൽ പ്ലാന്റ്, which is spread over an area of 5,000 acres. It's a township. So 2,500 acres township and 2,500 acres the plants. ഞാൻ ആദ്യമായിട്ട് കാണുന്ന പ്ലാന്റ് അതാണ്. പണ്ട് ഇവിടെന്നല്ല. Railway lines are there, wagons are there to conveyor belts are there to take the steel from one plant to other. It's a huge thing. Steel plant, Jindal, JSW Steel, all these projects. This Bangalore airport is our funding. You might have seen the new terminal, Bangalore airport. It's a state of art, extremely good terminal 2 and second runway. So it is funded by SBA and Axis Bank initial. 5,000 crores by SBA and 5,100 crores by Axis Bank. So the funding was around 10,100 crores. Then there is a concept called downselling.
ഡൗൺ സെല്ലിംഗ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടോ? അണ്ടർ റൈറ്റിംഗ് എന്നൊക്കെ പറയാം. അണ്ടർ റൈറ്റിംഗ് ഓർ ഡൗൺ സെല്ലിംഗ്. വാട്ട് ഇസ് അണ്ടർ റൈറ്റിംഗ് ഓർ ഡൗൺ സെല്ലിംഗ്? ഫസ്റ്റ് എക്സ്പോഷർ bank will take the entire exposure. So if 10,000 is the requirement, SBI or Axis Bank will say that okay, we'll take 10,000, we'll give you 10,000. But അങ്ങനെ പറഞ്ഞിട്ട്, and in the meanwhile, if they come up with other banks who are ready to take the exposure, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ബാങ്ക് എന്ത് ചെയ്യും? ഡൗൺ സെൽ ചെയ്യും. ഓക്കെ, എന്റെ ടോട്ടൽ എക്സ്പോഷർ 5,000 crores ആണ്. Now you do one thing, you take exposure 1,000 നിങ്ങൾ എടുത്തോളൂ, കുഴപ്പമില്ല. So if they are ready to take 1,000, we give that 1,000 exposure to them. ആ 1,000 പിന്നെ അവരായിരിക്കും ലെൻഡ് ചെയ്യാൻ തിരിച്ചു വാങ്ങിക്കുകയൊക്കെ ചെയ്യും. So that concept is called down selling by bank. ചെറിയ ലോൺസിലില്ല, കോർപ്പറേറ്റ് ലോൺസിൽ നടക്കുന്നതാണ് ഡൗൺ സെല്ലിംഗ്. അതിന്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേർക്കും ഗുണമാണ്. അതായത് ഈ പ്രോജക്റ്റിലും അല്ലെങ്കിൽ ഇങ്ങനത്തെ ഡെറ്റ് ടൈപ്പ് എന്ന് പറയുന്നൊരു, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ക്ലോഷർ അല്ലെങ്കിൽ ഡെറ്റ് ടൈപ്പ് എന്ന് പറയുന്നൊരു പ്രധാനപ്പെട്ട സാധനമാണ്. ഇപ്പം ഒരു പ്രോജക്റ്റിന് 1,000 രൂപയാണ് പ്രോജക്റ്റിന്റെ കോസ്റ്റ്. ടോട്ടൽ പ്രോജക്ട് കോസ്റ്റ് ഈസ് 1,000 കോടി. അതിൽ 250 crores അവരുടെ കയ്യിലുണ്ട്. ഇറ്റ്സ് ദ ഇക്വിറ്റി സൈഡ്. അവരുടെ ഇക്വിറ്റി വഴി അവർക്ക് കിട്ടിയിട്ടുണ്ട്. പാരന്റിന്റെ പാരന്റ് അതിന് മാത്രം ഇക്വിറ്റി എടുത്തു, അവർക്ക് 250 കോടി കിട്ടി. ബാക്കി 750 crore ഫണ്ടിങ് ഡെറ്റ് ആണ്. അപ്പൊ അവർ പല ബാങ്കിന്റെ അടുത്തും പോകും. പലയിടത്തും ചെന്ന് അവര് നല്ല കമ്പനിയാണെങ്കിൽ പെട്ടെന്ന് നടക്കും, ചെറിയ കമ്പനിയൊക്കെ ആണെങ്കിൽ ബുദ്ധിമുട്ടാണ്. അപ്പം അവർ ഈ ഡെറ്റ് 750 കോടി എവിടെ ഒപ്പിക്കണമെന്ന് വെച്ച് ചോദിച്ചു നമ്മളൊക്കെ തന്നെ അവിടെ ആൾക്കാരെ കടം വാങ്ങിച്ച് കാശ് ഒപ്പിക്കുന്ന പോലെ ബാങ്ക് ഈ കമ്പനീസും ചെന്ന് പല ബാങ്ക്സിന്റെ അടുത്ത് ചോദിച്ചിട്ട് ആ ഒരു എമൗണ്ട് എത്തുമ്പോൾ 750 എത്തുമ്പോൾ ദാറ്റ് ഈസ് കോൾഡ് ഫിനാൻഷ്യൽ ക്ലോസ് ഓർ കംപ്ലീറ്റ് ഡെറ്റ് ടൈപ്പ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവരുടെ കംപ്ലീറ്റ് കോസ്റ്റ് ആയി. 250 എൻ്റെ കയ്യിലുണ്ട്, 750 ഇന്ന ABCDEFGH ബാങ്ക്സ് തരും. സോ മൈ ടോട്ടൽ പ്രോജക്ട് കോസ്റ്റ് ഈസ് അവൈലബിൾ, സെക്യൂർഡ്, ഇറ്റ് ഈസ് ടൈഡ് അപ്പ്. അപ്പൊ അതൊരു ഭയങ്കര ഒരു ഇതാണ്. അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ ഇതിന്റെ പാരന്റിന്റെ ഷെയർ ക്യാപിറ്റൽ, ഷെയർ വാല്യൂ പേര്, ഓക്കെ, ഷെയർ മാർക്കറ്റിൽ അവർക്ക് അതൊരു ബൂസ്റ്റ് ആണ്. കാരണം ഒരു പ്രോജക്ട് ചെയ്യാൻ പോകുന്നത് എന്റെ SPV ആണ് ചെയ്യുന്നത്, SPVക്ക് ഡെറ്റ് ടൈപ്പ് ആയി. സോ പ്രൈമ ഫേസി ഇറ്റ് മീൻസ് എവറിത്തിങ് ഈസ് ഫൈൻ. അപ്പൊ അങ്ങനെ അവരുടെ ഒരു പല റിപ്പർക്കഷൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ ഒത്തിരി ഗുണമുണ്ട്. അപ്പൊ ഈ ഡെറ്റ് ടൈപ്പ് ആണ്. അപ്പൊ ചില സമയത്ത് എന്ത് ചെയ്യും, ഡെറ്റ് ടൈപ്പിന് സമയം എടുക്കുമ്പോൾ ഏതെങ്കിലും ഒരു ലെൻഡർ പറയും സോറി ഓക്കെ ഫുൾ ഡെറ്റ് ഞാൻ ടൈപ്പ് ചെയ്യാന്ന് പറയും, 750 കോടി ഞാൻ തരാം, ഫോർ ദ ടൈം ബീങ് ഐ ഗിവ് യു എന്ന് പറയുമ്പോൾ അവർക്കപ്പം പെട്ടെന്ന് ഡെറ്റ് ടൈപ്പ് ആയി. അപ്പൊ നമ്മളും പറയും നിങ്ങളൊരു കാര്യം ചെയ്യും, 2 വർഷം കൊണ്ട് ഇതിനെ കുറച്ച് ലെൻഡേഴ്സിനെ കൊണ്ടുപോയി, ഐ വോണ്ട് ടു ഡൗൺ സെൽ. ആക്ച്വലി ഐ ഡോണ്ട് വാണ്ട് ടു, ഐ വിൽ ഗിവ് യു ഇഫ് നോബഡി ഈസ് ദേർ, ബട്ട് I don't want to take the entire exposure because there is a lot of risk. But because you are in dire need of money, the entire debt can be tied up. I'll give you commitment, but within 1 or 2 years, you bring other banks also. അപ്പൊ അങ്ങനെ അതർ ബാങ്ക് വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, എന്റെ 750 ഞാൻ കൊടുക്കും, 150 കാനറ ബാങ്കിന് കൊടുക്കും, 200 സിറ്റി ബാങ്കിന് കൊടുക്കും, 100 PNBക്ക് കൊടുക്കും. കൊടുത്തു കഴിയുമ്പോൾ പിന്നെ അവസാനം എൻ്റെ ചിലപ്പം 200 കോടിയെ ഞാൻ വെച്ചേക്കും. സോ അപ്പൊ ആദ്യം ഫുൾ ടൈപ്പ് എടുത്തു. അപ്പം രണ്ടാമതപ്പോ എനിക്ക് നല്ല എന്റെ റിസ്ക് ഐം ഷെയറിങ്. അപ്പം ഈ ഇങ്ങനെ ഷെയർ ചെയ്യുന്നതിനെ ഫുൾ ടൈപ്പ് എടുത്തിട്ട് പിന്നീട് ഡൗൺ മറ്റേ റിസ്ക് ഷെയർ ചെയ്ത് ബാക്കി ഇതിന് വേണ്ട എക്സ്പോഷർ കൊടുക്കുന്നതിനാണ് നമ്മൾ ഡൗൺ സെല്ലിംഗ് അല്ലെങ്കിൽ അണ്ടർ റൈറ്റ് ചെയ്യാന്ന് പറയുന്ന ഒരു ഡൗൺ സെല്ലിംഗ് ഓർ അണ്ടർ റൈറ്റ്. ഇറ്റ്സ് എ കോമൺ തിങ് വിച്ച് ഈസ് ഹാപ്പനിങ് ഇൻ ദി ഫിനാൻഷ്യൽ സൈഡ്. സോ ഇഫ് യു ജോയിൻ any big corporate or bank, and if you come to places like Bangalore or Mumbai or Delhi, you'll get involved in all these things. I've not seen these kind of transactions in Kerala. I worked in Kerala for 3 years. Federal Bank I worked there in Kerala for 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ HDFC ഉണ്ടായിരുന്നു. but HDFC, see, they deal with only housing loans. Once I joined Federal Bank, I've not seen these kind of big transactions happening in Kerala. This kind of underwriting, big underwritings, project finance, no. But after joining SBI in Mumbai, everything, even ship mortgages are there, shipyard, ship mortgage, shipbuilding, ship arrest of ship, arrest of aircraft, jet airways. So all these things happen in places like Mumbai or to some extent in Bangalore. So if you want to get this exposure, you have to come out of your comfort zone. You have to come out of Kerala. Angane vannu you're not interested, then it is fine. That's altogether a different story. If you want to get this kind of exposure, then you have to move to these kind of cities, big cities, or abroad. Aircraft leasing. Now we are into aircraft leasing. There is a concept called GIFT City, International Finance Center, IFSC.
ദുബായിലൊക്കെ ഉള്ളത്, ദുബായ് ഇന്റർനാഷണൽ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് ദുബായ് ഇന്റർനാഷണൽ ഫിനാൻസ് സെന്റർ. ഗിഫ്റ്റ് സിറ്റി എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഫോറിൻ ലാൻഡ് വിത്തിൻ ഇന്ത്യ ഫോർ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ്. ഗുജറാത്തിലാണ് ഗിഫ്റ്റ് സിറ്റി, അഹമ്മദാബാദിലാണ് ഗിഫ്റ്റ് സിറ്റി. ആക്ട് ഉണ്ട്, IFSC ആക്ട്. അപ്പം ആ സ്ഥലം, ആ അഹമ്മദാബാദിലുള്ള അത്രയും ഒരു ഏരിയ that is considered as foreign land for the purpose of financial transaction. And at the international services, the concept international services is defined. So if I take fund from a bank in GIFT City, it is external commercial borrowing. നേരത്തെ പറഞ്ഞ ECB, external commercial borrowing നമ്മൾ ഫോറിൻ ഫണ്ട് എടുക്കുന്നതിനാണ്. അപ്പം ഗിഫ്റ്റ് സിറ്റിയിലുള്ള ഏതെങ്കിലും ബാങ്കിന്റെ ബ്രാഞ്ചിൽ നിന്ന് ലോൺ എടുത്തതിന് ദാറ്റ് ഈസ് ECB, external commercial borrowing. So that particular area is considered as a foreign land within India, foreign land for the purpose of financial transaction. വേറെ നമ്മുടെ ലോയുടെയും അല്ല ഇതിനൊന്നും വേണ്ടിയിട്ടില്ല, ഫിനാൻഷ്യൽ ട്രാൻസാക്ഷന് മാത്രം ദാറ്റ് ഏരിയ ഇസ് കൺസിഡേർഡ് ആസ് എ ഫോറിൻ ലാൻഡ്. ഗിഫ്റ്റ് സിറ്റി, IFSC ഇന്റർനാഷണൽ ഫിനാൻസ് സെന്റർ ആൻഡ് ആക്ട് ഉണ്ട്, IFSC ആക്ട് ഒക്കെ ഉണ്ട്. അപ്പൊ നോക്കിയാൽ മതി. അപ്പൊ അവിടെ നമുക്ക് എയർക്രാഫ്റ്റ് ലീസിംഗ് ഉണ്ട്. സോ ഇന്ത്യൻ ഇവിടെ നടക്കുന്ന പറക്കുന്ന എയർക്രാഫ്റ്റില് 85% of the aircraft it is leased. Aircraft leasing is a big business. It's a business which is flourished in Ireland, Dublin ആണ് അതിന്റെ കേന്ദ്രം. പിന്നെ to some extent it is happening in Shanghai, it is happening in Hong Kong, and it is happening in Singapore. So now India wants to tap that opportunity because 85% of the flights or the carriers in India, they have leased the aircraft. So aircraft leasing is a different concept. And it is അപ്പോൾ അതിനകത്ത് ഈ കേപ്പ് ടൗൺ പ്രോട്ടോകോൾ ഉണ്ട്, കേപ്പ് ടൗൺ കൺവെൻഷൻ ഓൺ എയർക്രാഫ്റ്റ് എക്യുപ്മെന്റ്സ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അപ്പം കേപ്പ് ടൗൺ കൺവെൻഷനിലാണ് ഈ ഒരു എയർക്രാഫ്റ്റ് ലീസിംഗിന്റെയും എയർക്രാഫ്റ്റ് എഞ്ചിന്റെ ലീസിംഗിന്റെയും അതിന്റെ ഇന്റർനാഷണൽ ഇൻട്രസ്റ്റ്, വാട്ട് ഈസ് ആൻ ഇന്റർനാഷണൽ ഇൻട്രസ്റ്റ്, ഹൗ ആൻ ഇന്റർനാഷണൽ ഇൻട്രസ്റ്റ് ഈസ് എൻഫോഴ്സ്ഡ്, ഈ കാര്യങ്ങളെല്ലാം വരുന്നത് ഇറ്റ്സ് ഇൻ ദ കേപ്പ് ടൗൺ പ്രോട്ടോകോൾ. നൗ ദാറ്റ് ഹാസ് ബീൻ അഡോപ്റ്റഡ് ടു ഇന്ത്യൻ ലീഗൽ സിസ്റ്റം. വി ഹാവ് ആൻഡ് ഒരു ആക്ട്, എയർക്രാഫ്റ്റ് ഇതിന്റെ ലീസിംഗ് ഇതെല്ലാം വരുന്ന ഒരു ആക്ട് നമ്മൾ എനാക്ട് ചെയ്തിട്ടുണ്ട്, 2017 ആണെന്ന് തോന്നുന്നു. സോ ദാറ്റ് ആക്ട് കവേഴ്സ് ദി എൻറ്റയർ തിങ് along with the concepts of this Cape Town Protocol. അത് വെച്ചിട്ടാണ് നമ്മൾ എയർക്രാഫ്റ്റ് അറസ്റ്റ് എല്ലാം വരുന്നത്. ഷിപ്പിന്റെ കാര്യം വരുന്നത് ഇറ്റ് ഈസ് ദ മെർച്ചന്റ് ഷിപ്പിംഗ് ആക്ട്, അതനുസരിച്ചാണ് അതിന്റെ അറസ്റ്റ് ഒക്കെ നടക്കുന്നത്. പിന്നെ ഒരു ബ്രസൽസ് കൺവെൻഷൻ ഉണ്ട്. ബ്രസൽസ് കൺവെൻഷനിലാണ് ഈ ഷിപ്പിന്റെ അറസ്റ്റും അതിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നത്. വാട്ട് ടു ഡു വിത്ത് an arrested ship. All these things you get in Mumbai or maybe Calcutta. ഡൽഹിയിൽ ഇല്ല, ഷിപ്പിനുള്ള ഒരു സ്കോപ്പ് ഇല്ലാത്തതുകൊണ്ട് ഡൽഹിയിൽ വരില്ല. മുംബൈ you get all these things. Mumbai is the right place. It's a financial, see, no wonder it is called the financial capital of India, because all these things are happening, even everything relating to aircraft leasing. So now aircraft leasing, the main thing which the GIFT City is contemplating is to get into this aircraft leasing business. They approached SBI. SBI was in the initial discussions to enter into this area of aircraft leasing. Now that discussions going on, pre-corona it was there, even now it is there, but SBI is not that involved in that discussion nowadays. And SBI banking and a separate SPV has to be created. It may happen, may not happen, I'm not sure. But pre-corona that discussion was that was a hot discussion. I also had an opportunity to be a part of that particular during the pre-corona days. So these all things are happening in our in this area, Ahmedabad, Mumbai, all the corporate side, this aircraft. So അതാണ് ഈ പറഞ്ഞ പോലെ നിങ്ങൾ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ IBPS നോക്കുക. IBPS പക്ഷെ എന്താ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാങ്കിലേക്ക് കയറി കഴിഞ്ഞാൽ ബാങ്ക് ക്യാൻ പോസ്റ്റ് യു എനിവെയർ. നമുക്ക് പറയാൻ പറ്റില്ല എനിക്ക് ബോംബെ തന്നെ വേണോ, അല്ലെങ്കിൽ എനിക്ക് ഈ ഒരു വെർട്ടിക്കലിൽ വേണം, അല്ലെങ്കിൽ പ്രോജക്ട് ഫിനാൻസ് വെർട്ടിക്കലിൽ വേണം, അല്ലെങ്കിൽ കോർപ്പറേറ്റ് അക്കൗണ്ട് ഗ്രൂപ്പിൽ വേണം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് പറയാൻ പറ്റില്ല. സോ ദേ വിൽ പോസ്റ്റ് യു എനിവെയർ, ദേ ക്യാൻ പോസ്റ്റ് യു എനിവെയർ. പക്ഷെ ഇതിന് ഒരു സാമ്പത്തികമായിട്ടുള്ള മെച്ചമൊന്നുമില്ല. ഐ വർക്ക്ഡ് ഓൾ ദീസ് ഇയേഴ്സ് ഇൻ SBI in this corporate vertical, project finance, corporate commercial clients group and all this. പക്ഷെ സാമ്പത്തികമായിട്ട് മറ്റൊരു ഓഫീസറിനെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് അതിന് there is no benefit. So all our payment, everything is equal like just a normal officer, but the exposure which we people had got, it's something else. ആ ഒരു വ്യത്യാസമുണ്ട്, എക്സ്പോഷർ വൈസ് ഉള്ള വ്യത്യാസമുള്ളൂ. സോ എക്സ്പോഷർ ഗീവ്സ് us visibility also. അങ്ങനെ ഒരു ഗുണമാണ് ഇതിൻ്റെ. അപ്പോൾ നമുക്ക് നല്ല എക്സ്പോഷർ ഉള്ള ഓഫീസിലാണ് ഇരിക്കുന്നതെങ്കിൽ
ടോപ്പ് മാനേജ്മെന്റിലുള്ളവർക്ക് നമ്മളെ അറിയാൻ പറ്റും. സോ ഇങ്ങനത്തെ വലിയ വലിയ ഇഷ്യൂ ഒക്കെ വരുമ്പോൾ ഡിസ്കഷന് വേണ്ടി നമ്മളെ വിളിക്കും. അപ്പം വലിയ വലിയ ഇഷ്യൂ വരുമ്പോഴത്തേക്കും ബാങ്കിലെ സീനിയർ ഓഫീസേഴ്സ് ആയിരിക്കും ആ ഡിസ്കഷനിലൊക്കെ ഇൻവോൾവ് ചെയ്യുന്നത്, ലീഡ് ചെയ്യുന്നത്. അപ്പൊ നമ്മളെ വിളിക്കും അതിന്റെ ആളെന്നുള്ള രീതിയിൽ. അപ്പൊ അങ്ങനെ നമുക്ക് കുറച്ചൊരു വിസിബിലിറ്റി ബാങ്കിൽ കിട്ടും. ആ ഒരു ഗുണമേ ഉള്ളൂ. സാമ്പത്തികമായിട്ട് ഒരു ഗുണമൊന്നുമില്ല ഇങ്ങനത്തെ വെർട്ടിക്കലിലൊക്കെ വന്നു കഴിഞ്ഞാൽ. പിന്നെ അല്ല, മുംബൈയിൽ ഇപ്പൊ ലോ ഫോംസിലൊക്കെ വന്നു കഴിഞ്ഞാൽ ദേ ആർ ഇൻ ടു ഓൾ. ഇനി ഞാൻ ഈ പറഞ്ഞ എല്ലാ ട്രാൻസാക്ഷനിലും there is at least 2 or 3 law firms involved. ലോ ഫോംസിൽ പോയി കഴിഞ്ഞാൽ ഇതേപോലത്തെ എക്സ്പോഷർ കിട്ടും. പക്ഷെ ലോ ഫോംസിൽ അതിൻ്റെതായുള്ള ചില ബുദ്ധിമുട്ടുണ്ട്, ടാർഗറ്റ്, അങ്ങനെ പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. ബട്ട് അൾട്ടിമേറ്റ്ലി ഇറ്റ്സ് എ ഗുഡ് തിങ് ടു ഗെറ്റ് ദിസ് കൈൻഡ് ഓഫ് എക്സ്പോഷർ. എന്തെങ്കിലും ഡൗട്ട്സ്, എനിത്തിങ്? ലോ തന്നെ ആവണമെന്നില്ല, ഇപ്പം ബാങ്കിങ്ങിന്റെ കാര്യങ്ങൾ, എന്തെങ്കിലും ജനറൽ തിങ്സ് കണക്റ്റഡ് ടു ബാങ്ക്. The floor is open for queries. If anyone have any doubt, you can clear it now. This is our last session of this module. I think there are no more questions. So let's wind up the meeting. Thank you, Amit sir, for this wonderful session. For the past these two classes, sir has actually given us an in-depth knowledge into the banking activities that is happening from his real experience itself. And I think we were able to understand a lot about how these transactions are happening in a very practical aspect. Thank you so much, sir. Okay, thank you very much for this opportunity. See, you can, if any doubt is there or anything you want to know, you can call me or you can message me. My number is available. I think the number is available with Varsha, right? Yes, sir. Yes, sir. I have share it. So anyone, any doubt regarding this site, you can, any information, again, any doubt, anything, you can message me or call me. It's fine. Okay, thank you, sir. Let's wind up this meeting. Thank you all for participating. Thank you.